ഗ്രൗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മഴയൊക്കെ പെയ്ത് ഭയങ്കര മോശം കണ്ടീഷനായിരുന്നു, സ്ലിപ്പറി ആയിരുന്നു. ഇപ്പോൾ സന്ദീപ് സ്ലിപ്പ് ചെയ്ത് ആ ഒരു ബോൾ എടുത്ത് പിന്നെ റിക്കവർ ചെയ്ത് ആ ഒരു പന്തെടുക്കേണ്ട ആ ഒരു നീക്കം നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഗ്രൗണ്ട് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസിനെ വലിയ തോതിൽ അങ്ങോട്ട് ബാധിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഈ ഒരു മത്സരം കണ്ട ചിലർ ആരാധകർക്ക് മനസ്സിലാവും അത്ര ഭേദപ്പെട്ടൊരു പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഒരു മത്സരമാണ്. ഇത്രയൊരു പുതിയ സ്ക്വാഡും പുതിയൊരു ഫോർമേഷൻ പുതിയൊരു പാറ്റേൺ അല്ലെങ്കിൽ പുതിയൊരു സിസ്റ്റത്തിലൊക്കെ റീബിൽഡ് ചെയ്ത് ഈ ഒരു യൂണിറ്റിൽ കൊണ്ടുവന്ന ആദ്യത്തെ ഒരു മത്സരമാണ്. അതുകൊണ്ട് വലിയൊരു എക്സ്പെക്റ്റേഷൻ വേണ്ട എന്ന് തന്നെ നമ്മൾ പ്രീ മാച്ച് വീഡിയോയിൽ പറഞ്ഞിരുന്നു. എല്ലാം പോസിറ്റീവായി തന്നെ കാണുക. ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ വിങ്ങുകളിലായിക്കോട്ടെ നല്ലൊരു അഗ്രഷൻ നമുക്ക് കാണാൻ പറ്റി തുടക്കം മുതൽ. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന കൊറുവിൻ്റെ ആ ഒരു റൈറ്റ് വിങ്ങിലാണ് ആ ഒരു പന്ത് ഗോൾ കീപ്പർ മൈനസ് ഇട്ട് കൊടുത്ത പന്താണ് കൊറു ഓടി ചാർജ് ചെയ്ത് തന്ന ഒരു ബോൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അറ്റംപ്റ്റ് ചെയ്ത് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് താരങ്ങളും പൊസിഷൻ തെറ്റായിരുന്നു. പ്രോഗ്രഷനും അഗ്രഷനും ഒക്കെ കറക്റ്റായിരുന്നു. പക്ഷേ മുന്നേറ്റ നിര താരങ്ങളുടെ ആ ഒരു വിഷൻ കറക്റ്റായിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയൊരു അപകടം തന്നെ സൃഷ്ടിക്കാമായിരുന്നു. എന്തായാലും പാച്ചപ്പ് ചെയ്യാൻ ഇനിയും അധികം ടൈമുണ്ട്. ആദ്യ മത്സരമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതങ്ങോട്ട് ജസ്റ്റ് തള്ളിക്കളയാം. ഈ ഒരു മത്സരത്തിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് മധ്യനിരകളാണ്. അവിടെ വൺ ടച്ച് പാസിലൂടെ ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയിൽ മികച്ചൊരു ആക്രമണങ്ങൾ ഒന്നോ രണ്ടോ തവണയായിട്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡാനിഷ് ഫറൂഖിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞേ മതിയാവും. അഡ്രിയാൻ ലൂണയെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്നത്തെയും പോലെ ഒരു കീ എലമെൻറ്റ് ഈ ഒരു മത്സരത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് വിങ്ങുകളിലേക്ക് ഒരു ത്രൂ ബോൾ അഡ്രിയാൻ ലൂണ ഇട്ട് കൊടുക്കുകയാണ്. അവിടെ നിഹാൽ സുദേശ് രണ്ട് ഡിഫൻഡർമാർക്കിടയിലൂടെ തന്നെ ഓടി ചാർജ് ചെയ്തെടുക്കാൻ പോകുന്നു. അതിനിടയിൽ തന്നെ ഒപ്പോണന്റ് ഗോൾ കീപ്പർ ബോക്സ് വിട്ട് വെളിയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ പന്ത് നിഹാൽ സുധീഷ് എടുത്തു, കട്ട് ബാക്ക് ചെയ്തിട്ട് ലൂണയിലേക്ക് കൊടുത്തുവെങ്കിലും ലൂണയും അവിടെ ഒരു കീ എലമെന്റ് ഉണ്ടാക്കി തിരിച്ച് ഡാനിഷിലേക്ക് കൊടുത്തു. ഡാനിഷിന്റെ കയ്യിലേക്ക് പന്ത് കിട്ടിയതിന് ശേഷം രണ്ട് സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് പന്തുമായിട്ട് നടക്കുമ്പോഴത്തേക്കും ഒപ്പോണന്റ് ഡിഫൻഡർ അത് വന്ന് തട്ടിയെടുത്ത് രണ്ടുപേരും കൂടി ബ്ലോക്ക് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാം. ഇനി മത്സരത്തിലേക്ക് മുഴുവനായിട്ട് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന് ഈ ഒരു മത്സരത്തിൽ എന്താണ് പറ്റിയത്? ആദ്യം തന്നെ പറയേണ്ടത് ഈ ഒരു മത്സരത്തിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ രാജസ്ഥാൻ FC യുടെ താരമായിട്ടുള്ള ഗുർസിമ്രാത് സിംഗ് ഗില്ലിന് റെഡ് കാർഡ് കിട്ടി പുറത്തോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതിനും ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനാണോ റെഡ് കാർഡ് കിട്ടിയത് അല്ലെങ്കിൽ രാജസ്ഥാനാണോ റെഡ് കാർഡ് കിട്ടിയെന്ന് നമുക്ക് തന്നെ ഒരു സംശയം ഇപ്പോൾ. അത്ര അങ്ങോട്ട് ഭയങ്കര ഡിഫെൻസീവായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരങ്ങൾ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ക്വിക്കായിട്ട് കിട്ടേണ്ട കൗണ്ടറുകളൊന്നും വേണ്ട വിധം ബ്ലാസ്റ്റേഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മിഡിലേക്ക് വരുമ്പോൾ ഒന്ന് കറങ്ങിയെടുത്ത് ഓവറോൾ ഒരു വെർട്ടിക്കൽ സ്ട്രാറ്റജി ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഓവറോൾ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് 4-3-3 എന്നൊരു ഫോർമേഷനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. 3 വിദേശ താരങ്ങൾ മാത്രമേ സ്റ്റാർട്ടിംഗ് ലെവലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളൂ. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിന്റെ താരമായിട്ടുള്ള കോൾഡോ ഒബിയട്ടെ വേണ്ട രീതിയിൽ നമുക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങളൊക്കെ മെനയുന്നത് വിങ്ങുകളിലൂടെ മാത്രമാണ്. അപ്പോൾ വിങ്ങുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന താരത്തിലേക്ക് പന്ത് എത്തിച്ചു കൊടുക്കുക അത് ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ല. വിങ്ങുകളിലൂടെ മാത്രം ബ്ലാസ്റ്റേഴ്സ് ആക്രമണങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനിയിപ്പോൾ കോൾഡോ ഒബിയട്ടയുടെ കാലുകളിലേക്ക് പന്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് മധ്യനിരയിൽ ലൂണ കൊടുത്തിട്ടുള്ള പാസുകൾ മാത്രമാണ്. അഡ്രിയാൻ ലൂണയുടെ ഒരു തകർപ്പൻ ഡിപ്പിംഗ് ഫ്രീ കിക്ക് നമുക്ക് കാണാൻ പറ്റി. മൊത്തം എനിക്കൊന്ന് രണ്ടോ മൂന്നോ ഫ്രീ കിക്കുകൾ ലൂണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ബോക്സിന് പുറത്തുനിന്ന് കിട്ടിയ ഒരു ഫ്രീ കിക്കായിരുന്നു. അത് നമ്മുടെ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ജുവാൻ റോഡ്രിഗസിൻ്റെ തലയിൽ കൊണ്ട് നേരിയൊരു വ്യത്യാസത്തിലാണ് അത് പുറത്തോട്ട് പോയിട്ടുള്ളത്. ഒരു വലിയൊരു അപകടം വിതയ്ക്കാൻ പോയൊരു ചാൻസ് തന്നെയായിരുന്നു അത്. മിഡ്ഫീൽഡിൽ ലാൽത്തൻ മാവിയ വന്നിട്ടും അല്ലെങ്കിൽ നോഹ സദോയ് വന്നിട്ടും ഒന്നും വലിയൊരു ഇമ്പാക്റ്റ് ടീമിൽ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ മത്സരം ഒരു വൈബിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തകർപ്പൻ ഹെഡിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര സ്പാനിഷ് താരമായിട്ടുള്ള കോൾഡോ ഒബിയട്ട ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ സീസണിൽ ഈ ഒരു തുടക്ക മത്സരത്തിൽ തന്നെ ഗോൾ നേടുന്നത്. കോൾഡോ ഒബിയട്ടയുടെ ഒരു ഗോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തകർപ്പൻ ഹെഡർ ഗോൾ തന്നെയായിരുന്നു. ആരും മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന് ആ ഒരു തകർപ്പൻ ഗോൾ ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു 85-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ എന്നൊരു ലീഡിലേക്ക് വരികയാണ്. ഒരുപക്ഷെ ഒരു മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനാണ് ഇപ്പോൾ ഈ ഒരു വോയിസിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വിചാരിക്കേണ്ട ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ സമനിലയിൽ പിരിയുമെന്ന് ഞാൻ കരുതി. അങ്ങനത്തെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻ്റാണ് ബ്ലാസ്റ്റേഴ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശേഷം ഈ ഒരു മത്സരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടുള്ളത് ഈ ഒരു ആദ്യ ഗോൾ വന്നതിന് ശേഷമാണ്. തുടർച്ചയായിട്ട് രണ്ടാമത്തെ ഗോളിന് വേണ്ടിയുള്ളൊരു വലിയൊരു അവസരം ബ്ലാസ്റ്റേഴ്സ് തുറന്നെടുക്കുകയാണ്. പക്ഷേ ഒപ്പോണന്റ് ഡിഫൻഡർ വന്ന് അത് ഗോൾ ലൈൻ ക്ലിയർ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. രാജസ്ഥാൻ്റെ റൈറ്റ് വിങ് ബാക്കിൽ നിന്നുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവിടെ ഹെർമൻജോത് കബ്ര
അവിടെ നൽകിയൊരു മൈനസ് പാസ്സാണ് ഒബിയട്ട പിടിച്ചെടുത്ത് ആ ഒരു ഗോൾ അടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ രാജസ്ഥാൻ ഡിഫൻഡേഴ്സിൻ്റെ വീരോചിതമായ ഇടപെടൽ കാരണം അതൊരു ഗോൾ എന്നൊരു മാർജിനിലേക്ക് പോകാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ എതിരില്ലാത്ത ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി മികവാണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഫുൾ ടൈം വിസിലടിച്ചതിന് ശേഷം രാജസ്ഥാൻ താരങ്ങൾ വന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ തല്ലൂടുന്നതൊക്കെ ഒരു വിഷ്വലായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് അറിയേണ്ട കാര്യങ്ങളുണ്ട്, എന്താ കാര്യം എന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ ഇതിലൊരു അനാലിസിസ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഈ ഒരു മത്സരം കണ്ടതിന് ശേഷം ആ ഒരു മത്സരത്തിൻ്റെ ബെസ്റ്റ് എലമെൻസും മാത്രമല്ല മികച്ചൊരു സിസ്റ്റം റീബിൽഡ് ചെയ്യുന്നു, ബ്ലാസ്റ്റേഴ്സിൻ്റെ പോരായ്മകൾ എന്തൊക്കെ എന്നതിനെ ചൊല്ലിയൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും കായിക ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങളുമായി സെലിക്സ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.